ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ജ്ഞാനകർമ്മസന്യാസയോഗം ശ്ലോകം 7. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഭരതവംശത്തിൽ പിറന്നവനായ അല്ലയോ അർജുന, എപ്പോഴൊക്കെ ധർമ്മത്തിന് കോട്ടവും അധർമ്മത്തിന് വർധനവും ഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ഞാൻ സ്വയം അവതാരമെടുക്കുന്നു. എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് നാശം സംഭവിക്കുന്നതും അധർമ്മം വളരുന്നതും അങ്ങനെ ഉണ്ടാവുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ അവതരിക്കുന്നു. ഓരോ യുഗങ്ങൾ കഴിയും തോറും ധർമ്മവും നീതിയും എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രഹ്ലാദൻ്റെ കാര്യത്തിലും തൻ്റെ സ്വന്തം പിതാവ് തന്നെ അധർമ്മം പ്രവർത്തിക്കുന്നു പ്രഹ്ലാദന് നേരെ. അപ്പോൾ തൻ്റെ ഭക്തനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ നരസിംഹമായിട്ട് തൻ്റെ ഭക്തൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ആ തൂണിൽ നിന്ന് അവതരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വരുന്ന അവസരങ്ങളിലൊക്കെ ഭഗവാൻ സ്വയം അവതാരമെടുക്കുന്നു. ഭഗവാന് അതിന് പൂർണ്ണമായ ഒരു അധികാരമുണ്ട്. കാരണം ഭഗവാനിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് തന്നെ. ഓരോ അവതാരകാലത്തും ഇപ്രകാരം ധർമ്മോപദേശം ചെയ്യുന്നു. ജനങ്ങളെ ഈശ്വരബോധത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നതിനും ധാർമ്മിക പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുന്നതിനും വേണ്ടിയിട്ട് ഭഗവാൻ ധർമ്മം ഉപദേശിക്കാറുണ്ട്. അർജുനനും അതുപോലെ തന്നെ ഇവിടെ ആത്മ ഉത്കർഷത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഭഗവത്ഗീത ഉപദേശിച്ചിട്ടുള്ളത്. അത് ലോകത്തിലുള്ള സാധാരണക്കാരായ എല്ലാ മനുഷ്യരെയും ഉദ്ദേശിച്ചുകൊണ്ട് ഉയർന്ന രീതിയിലുള്ള ആത്മജ്ഞാനം നേടാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ ഇപ്രകാരം അർജുനന് വേണ്ടി ഈ ഗീതയെ ഉപദേശിച്ചത്. എപ്പോൾ എവിടെയൊക്കെ ധർമ്മം ആചരിക്കുന്നതിന് ക്ഷയം നേരിടുന്നുവോ അഥവാ ധർമ്മത്തിന് നാശം സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ഭഗവാൻ അവതരിക്കുന്നു. അപ്പോൾ ധർമ്മത്തിന് നാശം സംഭവിക്കുകയും അധർമ്മം വർദ്ധിച്ചു വരികയും ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ അവതരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണാർപ്പണമസ്തു.